നമുക്കൊപ്പം ദീപക് മലയമ്മ കൂടിയുണ്ട് NDA ക്യാമ്പിൽ നിന്ന് വിവരങ്ങളുമായി. ദീപക്, NDA ക്യാമ്പിലെ ബൂത്ത് തലത്തിലുള്ള വിശകലനം കഴിഞ്ഞോ? ബൂത്ത് തലത്തിൽ വിശകലനം വരുന്നതിന് മുമ്പ് പോളിംഗ് പെർസെൻറ്റേജിൻ്റെ പ്രാഥമിക കണക്ക് മനസ്സിലാക്കിയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുന്നത്. BJP സംസ്ഥാന പ്രസിഡന്റ്, ജില്ലാ പ്രസിഡന്റ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. താങ്കളോട് കൃഷ്ണകുമാറും വളരെ റിലാക്സ്ഡ് ആയിട്ട് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. എന്താണ് NDA ക്യാമ്പിലെ കണക്കുകൂട്ടൽ ദീപക്? അരുൺകുമാർ അവസാനവട്ട കണക്കിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ കൃത്യമായി അവർ പറയുന്നത് 3 കാര്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. അതിലൊന്ന്, മുനിസിപ്പാലിറ്റിയിൽ ഏതാണ്ട് 1% വോട്ടുകളുടെ വർധനവ് ഉണ്ടായിട്ടുണ്ട്. അത് പൂർണ്ണമായും തങ്ങൾക്ക് അനുകൂലമാകും എന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ. രണ്ടാമത്തേത്, നേരത്തെ തന്നെ BJP വോട്ടുകൾ പൂർണ്ണമായും പോൾ ചെയ്യിപ്പിക്കപ്പെടാൻ കഴിയാതെ പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അത് പൂർണ്ണമായും ഇത്തവണ പരിഹരിച്ചു എന്നുള്ള ആത്മവിശ്വാസം NDA ക്യാമ്പിനുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണവും കൂടിയാണ് മൂത്താന്തറ ഉൾപ്പെടെയുള്ള മേഖലകളിൽ, പ്രത്യേകിച്ച് പ്രശ്നബാധിത ബൂത്തുകൾ എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ബൂത്തുകളിലൊക്കെ 80%-ലധികം വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യപ്പെട്ടു എന്നുള്ളത് കൂടി. മറ്റൊന്ന്, ഈ പഞ്ചായത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിലാണ് എല്ലായ്പ്പോഴും NDA സംബന്ധിച്ച് അവരുടെ ലീഡ് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാറുള്ളത്. മുനിസിപ്പാലിറ്റിയിൽ താരതമ്യേന നല്ല ലീഡ് എടുക്കുകയും എന്നാൽ അത് പഞ്ചായത്ത് തലത്തിലേക്ക് പോകുമ്പോൾ അത് മാറിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ നമ്മൾ നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ പിരായിരി ഉൾപ്പെടെ ന്യൂനപക്ഷ വോട്ടുകൾ ഏറെയുള്ള പഞ്ചായത്തുകളിൽ വോട്ടിംഗ് ശതമാനത്തിൽ കുറവ് വന്നിട്ടുണ്ട്. അത് ഈ ന്യൂനപക്ഷ വോട്ടുകളിലൊക്കെ സ്പ്ലിറ്റ് വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തുന്നത്. അങ്ങനെയെങ്കിൽ പൂർണ്ണമായും ആത്മവിശ്വാസത്തിലേക്ക് എത്താൻ കഴിയുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് NDA ക്യാമ്പ് വിലയിരുത്തുകയും ചെയ്യുന്നത്. നേരത്തെ തന്നെ അടിത്തട്ടിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചതിൻ്റെ ഗുണം ഇത്തവണ ഉണ്ടാകും എന്ന വലിയ രീതിയിൽ പ്രതീക്ഷ വെച്ചു പുലർത്തുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ BJP സംസ്ഥാന അധ്യക്ഷൻ ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തൊട്ടടുത്ത മിനിറ്റുകളിൽ തന്നെ ഇട്ടിരിക്കുന്ന പോസ്റ്റ് പോലും കൃത്യമായി ആ ഒരു കണക്കുകൂട്ടലിൻ്റെ പുറത്താണ്. എന്ന് വെച്ചാൽ BJP വോട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നത് കൃത്യമായി പോൾ ചെയ്യപ്പെടാതെ പോവുക, അതേസമയം തന്നെ BJP അനുഭാവികളായിട്ടുള്ള മറ്റാളുകളുടെ വോട്ട് വരിക, അങ്ങനെ ഒരു കണക്ക് നേരത്തെ ഉണ്ടായിരുന്നു. ഈ ശ്രീധരൻ ഉൾപ്പെടെ അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു ഇഷ്ടം കൊണ്ടുള്ള വോട്ടുകളും അതിനപ്പുറത്ത് അനുഭാവത്തോടു കൂടിയുള്ള വോട്ടുകളും ഒക്കെ വന്നപ്പോഴൊക്കെ അന്താളിച്ചു നിന്ന സാഹചര്യമുണ്ട്. എന്നാൽ അതിൽ നിന്ന് മാറിക്കൊണ്ട് കൃത്യമായി സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പോൾ ചെയ്യിപ്പിക്കാൻ കഴിയാവുന്ന എല്ലാ വോട്ടുകളും പോൾ ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ആത്മവിശ്വാസം. മറ്റൊന്ന്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പഞ്ചായത്ത് തലത്തിലുള്ള കണക്ക് വരുന്ന ഘട്ടത്തിൽ അവിടെയുള്ള ന്യൂനപക്ഷ വോട്ടുകളിലടക്കം വീഴ്ച വന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ പൂർണ്ണമായും വിജയിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. അതിനപ്പുറത്ത് ഈ ക്രൈസ്തവ വോട്ടുകളുടെ കാര്യത്തിൽ ഏതാണ്ട് 4% വോട്ടുകളാണ് മണ്ഡലത്തിൽ വരുന്നത്. അതിൽ തന്നെ അത്യാവശ്യം വോട്ടുകൾ നേടിയെടുക്കാൻ മുനമ്പം വിഷയം ഉൾപ്പെടെ മുൻനിർത്തിക്കൊണ്ട് സാധിച്ചു എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടിയുണ്ട്. അങ്ങനെയെങ്കിൽ ഏതാണ്ട് ഒരു 3000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലെങ്കിലും വിജയിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ ഇപ്പോൾ NDA ക്യാമ്പ് വെച്ച് പുലർത്തുന്നു. ഓക്കെ, താങ്ക് യു ദീപക്. Meet the editors.